അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന നാളുകളിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തൊട്ടപ്പുറത്തുള്ള ഇതര സ്കൂളുകളിൽ, ജ്യേഷ്ഠൻ പഠിച്ചിരുന്ന സ്കൂൾ വേറെയാണ്, അവിടെ എൻ്റെ ഇളയ സഹോദരി പിന്നീട് പഠിക്കുവാനിരുന്ന ഒരു സ്കൂൾ വീടിനടുത്താണ്. ഇവിടെയെല്ലാം ആനിവേഴ്സറികളോ യുവജനോത്സവങ്ങളോ നടക്കുമ്പോൾ പതിവായി അരങ്ങേറുണ്ടായിരുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കണ്ടോർമ്മ പോലും ഇല്ലാത്ത, കേട്ടോർമ്മ പോലും ഇല്ലാത്ത നിഴൽ നാടകങ്ങളാണ്. ഷാഡോ പ്ലേ. സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു വെള്ള തുണി വിധാനിച്ച് ഇങ്ങനെ മറ പോലെ കെട്ടിവെക്കുകയും അതിന് പുറകിൽ കഥാപാത്രങ്ങൾ വലിയ വേഷപ്പകർച്ചയില്ലാതെയും എന്നാൽ നിഴൽ രൂപത്തിൽ കാണുമ്പോൾ കഥാപാത്രങ്ങളുടെ തൽസ്വരൂപങ്ങളാണെന്ന് തോന്നിപ്പിക്കുമാറ് വേഷഭൂഷാദികൾ അണിഞ്ഞും പ്രകാശം നിഴലുകൾ ഈ പറയുന്ന മറ ആയി കെട്ടിയ തുണിയിൽ വീഴ്ത്തുന്ന വിധത്തിൽ ചലിച്ചും പശ്ചാത്തലത്തിലൂടെ സംഗീതവും കമൻട്രിയും സംഭാഷണ ഭാഗങ്ങളും പലപ്പോഴും കാവ്യ ആലാപനവും നിവർത്തിച്ചുകൊണ്ടും അരങ്ങേറിയിരുന്ന ഹ്രസ്വമായ ആവിഷ്കാരങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലെ ഷാഡോ പ്ലേസ്, നിഴൽ നാടകങ്ങൾ. ഞാൻ എവിടെയല്ല അത്തരം നിഴൽ നാടകങ്ങളുടെ 4 or 5 അവതരണങ്ങളുണ്ടാകും, ഏതാണ്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി അവതരിപ്പിക്കുന്നു. ഞാൻ പോയി സദസ്സിൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ ആനിവേഴ്സറികളിലും, സ്കൂൾ ആനിവേഴ്സറികളിലും നിഴൽ നാടകങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരമായി കാണാറുണ്ടായിരുന്ന, ഏതാണ്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി തന്നെ കുട്ടികൾ അവതരിപ്പിക്കുമായിരുന്ന ഒരു നിഴൽ നാടകമായിരുന്നു മാമ്പഴം. അന്നത് ആരെഴുതിയതാണ് അറിയില്ല, ആരുടെ ജീവിതത്തിലെ ഒരനുഭവമാണത് അറിയില്ല. അന്ന് താമസിച്ചിരുന്ന കത്രക്കടവിലാണ്. അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് പാതിയോളം മാത്രമേ മതിൽ കെട്ടിയിരുന്നുള്ളൂ. പിന്നീടാണ് മതിൽ പൂർണ്ണമായും കെട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു. വേലിയുടെ ചാഞ്ഞ വശത്തൂടെ പോയാൽ അയൽപ്പക്കത്തെ വീട്ടുകാരുടെ തൊടിയിലൊരു വലിയ മാവുണ്ടായിരുന്നു. ആ മാവ് നിറയെ മാമ്പഴം കുലച്ചു നിന്നിരുന്നു. അതിൻ്റെ ഒരു നല്ല ശിഖരത്തിലൊരു ഊഞ്ഞാല് കെട്ടിയിടുമായിരുന്നു. ആ ഊഞ്ഞാലിരുന്നു കൊണ്ട് ആയത്തിൽ കുതിച്ചാടുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, ഊഞ്ഞാലാടാം, അതിൻ്റെ ഒരു എന്താ പറയുക ലാസ്യ സുഖം അനുഭവിക്കാം. ഒപ്പം ശിഖരങ്ങൾ ഉലയുന്നതോടെ മൊത്തം മാവിൻ്റെ ചില്ലകളിൽ പഴുത്ത് വിളഞ്ഞു നിൽക്കുന്ന മാമ്പഴങ്ങൾ പലതും ഞെട്ടറ്റ് താഴെ വീഴും. അത് ഓടിപ്പറക്കാം. അന്ന് അമ്മയുടെ അനുജത്തിയുടെ മക്കളായ 2 പേർ ഏതാണ്ട് സമപ്രായക്കാരാണ്, ലില്ലിയും സൂസനും, എൻ്റെ സഹോദരി. ഇവരെല്ലാം കൂടി മാമ്പഴം പെറുക്കാൻ വരുന്നതും അങ്ങനെ മാമ്പഴം എന്ന് പറയുന്നത് ഒരു ഒഴിവുകാല വിനോദങ്ങളിലെ മുഖ്യ ഘടകമായി മാറിയിരുന്ന നാളുകളിലൊന്നിൽ മുൻവശത്ത് അല്പം മുറ്റമുള്ളിടത്ത് വളരെ ചിട്ടയായും ഭംഗിയായും വെട്ടി അലങ്കരിച്ച് നിർത്തിയ മൈലാഞ്ചിയുടെ വേലിപ്പടപ്പുകൾക്കുള്ളിൽ ഒരു ചെറിയ പൂന്തോട്ടം. അതെൻ്റെ പിതാവിൻ്റെ ഒരു വലിയ ആഹ്ലാദപൂർണമായ ഒരു കൗതുക വ്യാപനമായിരുന്നു. അവയെ താലോലിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കെ സൈക്കിളിൽ അതിൻ്റെ മുൻപിലുള്ള റോഡിലൂടെ പോകുന്ന വളരെ മെലിഞ്ഞ ഒരു മനുഷ്യൻ. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, മുഖത്ത് വേണ്ടത്ര മാംസമൊന്നുമില്ല, വേണമെങ്കിൽ കവിളസ്ഥികളൊക്കെ വേണമെങ്കിൽ ഒന്ന് തൊട്ടാൽ, വിരൽ തൊട്ടാൽ നമുക്ക് സ്പർശിക്കാം. ഒരു കണ്ണട ആ മുഖത്തുണ്ട്. നേർത്ത് മെലിഞ്ഞ ഒരു മനുഷ്യൻ, സൈക്കിൾ സഞ്ചാരിയാണ്. ഇവർ പരസ്പരം കാണുകയും മാഷേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സൈക്കിൾ കൊണ്ടുവന്ന് വീട്ടിലേക്കുള്ള ഗേറ്റിൻ്റെ പാതി വഴിയെ വരെ തള്ളി അവിടെ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഒരു കാല് ഗേറ്റിനകത്തും ഒരു കാല് ഗേറ്റിന് പുറത്തും നിന്നുകൊണ്ട് ഇരുമ്പ് ഗേറ്റിൻ്റെ കമ്പിയഴികളിൽ കൈകൾ വെച്ച് ഇപ്പുറത്ത് അതേ അവസ്ഥയിൽ നിൽക്കുന്ന എൻ്റെ പിതാവുമൊത്ത് ഏതാണ്ട് മണിക്കൂറുകളോളം സ്വറ പറഞ്ഞിരിക്കുന്ന അപരിചിതനായ ഒരാൾ. അതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ എനിക്കന്ന് പരിചയമില്ല. എപ്പോഴോ ഊഞ്ഞാലിൽ തിമിർത്താടുന്ന എൻ്റെ മുഖത്തേക്ക് നോക്കി ഇളയവനാണ് അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതും എൻ്റെ കൈ കാട്ടി അപ്പൻ അടുത്തേക്ക് വിളിക്കുന്നതും, നീ ഇടയ്ക്കും തലയ്ക്കും മൂളാറുള്ള ഒരു കവിതയില്ലേ, നിഴൽ നാടകം കണ്ട് പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് മൂളിക്ക്. അപ്പോൾ സങ്കോചത്തോടെ ഞാൻ മൂളാൻ മടിക്കുന്നതും, ആദ്യത്തെ ഒരു വരിയെങ്കിലും നീ ചൊല്ല് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു സങ്കോചത്തോടെയും ലജ്ജയോടുകൂടിയും വിക്കി വിക്കി അങ്കണത്തൈമാവിൽ എന്ന് പാടാൻ തുടങ്ങുമ്പോൾ ഈ മനുഷ്യൻ്റെ തൊട്ടാൽ അസ്ഥിയെ സ്പർശിക്കാമെന്ന് ഞാൻ വർണ്ണിച്ച ആ കവിൾത്തടങ്ങൾ ഒരു വല്ലാത്ത മിനുക്കത്തിൽ വിടർന്നു വരുന്നത് പോലെ ആ കണ്ണുകൾ കണ്ണടയുടെ ചില്ലുപേടകത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ ഹൃദയത്തിൽ നുരകിട്ട ആഹ്ലാദത്തിൻ്റെ എല്ലാ തികട്ടലുമായി പുറത്തേക്ക് ജ്വലിച്ച് പ്രഭ വിതറുന്നത് പോലെ
എൻ്റെ മുഖത്തേക്ക് അദ്ദേഹം നോക്കുകയും കൈ ഇരുമ്പഴികളിൽ നിന്ന് വിടർത്തി എൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് മിടുക്കൻ എന്നൊരു വാക്ക് പറഞ്ഞത്. മാഷ്ട മോൻ മിടുക്കനാണ്. അപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നു, നീ ഈ ചൊല്ലിയ കവിത എഴുതിയ മാഷാണിത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഞങ്ങളൊക്കെ ശ്രീ എന്ന് വിളിക്കും, ശ്രീധരൻ എന്ന് വിളിക്കും. അപ്പം ഞങ്ങൾ വലിയ ചങ്ങാതിമാരാണ്. ഇനി മുതൽ നിൻ്റെ പേര് ഞാൻ ചോദിക്കുന്നില്ല, നിന്നെ ഞാൻ മാഷ്ട മോനെന്നേ വിളിക്കൂ. അതിനു മുമ്പ് ഞാൻ വൈലോപ്പള്ളി ശ്രീധരമേനോൻ മാഷിനെ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വൈലോപ്പള്ളിയാണെന്നും അദ്ദേഹം എഴുതുന്ന കവിതയാണെന്നും ആ കവിതകൾക്ക് ഇത്രയേറെ പ്രചാരമുണ്ടെന്നൊന്നും അന്ന് അറിയില്ല. ഞാൻ കുറേ കൂടെ കൊച്ചുകുട്ടിയാണ്. മാർക്കറ്റ് റോഡിനടുത്തുള്ള മുസ്ലിം സ്ട്രീറ്റിലെ വാടക വീട്ടിലാണെന്ന് താമസം. ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ പിതാവ് അന്ന് അവിടുത്തെ SRV ഹൈസ്കൂളിലെ അധ്യാപകനാണ്. അവിടെ അദ്ദേഹത്തിന് 2 സഹാധ്യാപകരുണ്ട്. 2 അല്ല 3 പേർ. ഒന്ന് രാമേന്ദ്രയ്യർ മാസ്റ്റർ, മറ്റൊന്ന് മഹാകവി ജി ശങ്കരക്കുറുപ്പ്, മൂന്നാമത്തെ ആൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഇവരുടെ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് EP ഐസക് മാസ്റ്ററാണ്. ഇവരിത്രയും പേര് കൂടി ആഴ്ചയിലൊരിക്കൽ ഞങ്ങളുടെ വാടക വീടിൻ്റെ മുൻപിലുള്ള ഇത്തിരി മുറ്റത്ത് ഒന്നിച്ചു കൂടും. ചുരൽ കസാരയിട്ട് അമ്മ അടുക്കളയുടെ ഖജനാവിൽ നിന്ന് കനിഞ്ഞു കൊടുക്കുന്ന അല്പം കടുമാങ്ങ അച്ചാറ് തൊട്ട് പരമാവധി ആഘോഷം എന്ന് പറയുന്നത് 1 പൈൻറ്റ് മദ്യം ഇത്രയും പേർ കൂടി ചേർന്ന് ധാരാളം വെള്ളം ചേർത്തുകൊണ്ട് അതിനേക്കാളേറെ സൗഹൃദത്തിൻ്റെ ലഹരി നുകർന്ന് അനുഭവിച്ചുകൊണ്ട് ചെലവഴിച്ചിരുന്ന ചില നിമിഷങ്ങൾ. അപ്പോൾ മൊന്തയിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കാനും അച്ചാറിൻ്റെ പാത്രം ഇടയ്ക്കിടയ്ക്ക് റീഫില്ലിന് വേണ്ടി കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ദൗത്യവും എനിക്കായിരുന്നു. അന്ന് ഞാൻ ഇവർ പറയുന്ന എനിക്കൊന്നും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ഈ ചൂരൽ കസാരയുടെ കൈത്തണ്ടയിൽ ഇരുന്നു കൊണ്ട് കേട്ടിരുന്നത് ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹം വൈലോപ്പള്ളിയാണെന്നോ മറ്റത് ജി ശങ്കരക്കുറുപ്പാണെന്നോ എന്നും അന്ന് തിരിച്ചറിയില്ലായിരുന്നു. ഇങ്ങനെയാണ് വൈലോപ്പള്ളി എന്ന് പറയുന്ന ഒരു മഹാമേരുവിനെ ജീവിതത്തിൽ ആദ്യമായി മുഖാമുഖം ഇന്നയാൾ എന്ന വിധത്തിൽ തിരിച്ചറിയുന്നത്. ഇത് ഈ കൂട്ടത്തിൽ തന്നെ ഓർക്കേണ്ടതായ ഒരു നിമിഷം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഐസക് മാസ്റ്റർ കാരിക്കാമറിയിലാണ്, മൊണാസ്ട്രി ലൈനിലാണ് താമസിക്കുന്നത്. മൊണാസ്ട്രി ലൈനിൽ ഐസക് മാസ്റ്റർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് സ്വന്തമായി വാങ്ങി. അവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പ് തീർത്ഥാടനം നടന്ന ദിവസം ഈ ചങ്ങാതിക്കൂട്ടത്തെ അവിടെ ഒരു സൽക്കാരത്തിന് വിളിച്ചു. അന്ന് ഇവരെല്ലാം സൈക്കിളിൽ സഞ്ചരിക്കുന്നതാണ്. ശങ്കരക്കുറുപ്പ് മാഷ് തൊട്ടടുത്ത് വീടായതുകൊണ്ട് സഞ്ചാരമാണ്. അപ്പോൾ അപ്പൻ അവിടേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടോ എന്നെ കൂടെ കൂട്ടി. സൈക്കിളിൻ്റെ നടുക്കുള്ള ക്രോസ് ബാറിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചതെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ സൈക്കിളിൽ കൊണ്ടു നടന്നിട്ടുള്ളത്. അവിടെ ചെന്നിരുന്നപ്പോൾ അവിടുത്തെ ആ മുറ്റത്ത് ഇത്രയും പേർ കസേരകളിട്ടിരുന്നു കൊണ്ട് അന്ന് മദ്യപാനം തുടങ്ങി വെക്കുന്നത് അവിടുത്തെ മണ്ണ് ആ നിമിഷം അന്നത്തെ ദിവസം തീർത്ഥാടനം രജിസ്റ്റർ ചെയ്തതോടുകൂടി ഐസക് മാസ്റ്റർക്ക് സ്വന്തമായ നഗരത്തിലെ ഇത്തിരി മണ്ണ് അതിൽ നിന്നും ഒരു തുള്ളി മണൽത്തരിയെടുത്ത് ഈ മദ്യക്കുപ്പിയിലേക്ക് വീഴ്ത്തിയ ശേഷം അത് മൊത്തം കുലുക്കി അതാണെന്നവർ പാനോപചാരത്തിനായി പങ്കിട്ടത്. അത് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരിത്തിരി മണ്ണി നഗരത്തിൽ സ്വന്തമാക്കുന്നതിനെ ഏറ്റവും മനോഹരമായി ആചരിച്ചുകൊണ്ട് നടത്തിയ ആഘോഷമായിരുന്നു. അങ്ങനെ എത്രയോ മുഹൂർത്തങ്ങൾ അവരാരെന്ന് ഞാൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ വേഴ്ചകളുടെ നിറനിലാ തിളക്കം കൊണ്ട് എൻ്റെ ഇന്നലകളെ സൗരഭ്യമാർന്നതാക്കിയിരുന്നു. വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്ന വ്യക്തി സുവോളജി ഗ്രാജുവേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ പിതാവും അതെ സുവോളജി ഗ്രാജുവേറ്റ് ആയിരുന്നു. വൈലോപ്പള്ളി BT പരിശീലനം നൽകി നേടി ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റെഗുലർ അധ്യാപകനായി മാറി. എൻ്റെ പിതാവ് SRV ഹൈസ്കൂളിലെ അധ്യാപനത്തിന് ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കഴിഞ്ഞ് കേരളത്തിലെ തന്നെ ആ മേഖലയിലെ ആദ്യത്തെ ഡിപ്ലോമധാരികളിൽ ഒരാളായി മാറി മഹാരാജാസ് കോളേജിലേക്ക് പോയി. ശങ്കരക്കുറുപ്പ് മാഷും മഹാരാജാസ് കോളേജിലേക്ക് മാറി. വൈലോപ്പള്ളി ശ്രീധരമേനോൻ അവിടെ നിന്ന് പല സ്കൂളുകളിലേക്ക് സ്ഥലം മാറ്റമായി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദശ്രേണി അല്പം അർദ്ധസ്ത്രൈണ ചൊവ്വയുള്ളതാണ്. സംസാരിക്കുമ്പോൾ ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയാവുന്ന തൊണ്ടയിലെ മുഴ വളരെ പ്രത്യക്ഷമായും പ്രകടമായും മുകളിലേക്കും താഴേക്കും സോഡാക്കുപ്പിയുടെ നടുക്കുപെട്ട ഈ അരിയാസ് ഗോട്ടി പോലെ സഞ്ചരിക്കുമായിരുന്നത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ കാതലായ സാഹിത്യ സൈദ്ധാന്തിക ധാരകളിലെ തർക്കമുഖങ്ങൾ നിശ്ചയദാർഢ്യത്തോടും ലക്ഷ്യവ്യാപകമായും ഉരുക്കഴിക്കുമ്പോഴും ഈ ശബ്ദശ്രേണിയിലെ ദൗർബല്യമോ അല്ലെങ്കിൽ ഒരു ശ്രുതി താഴ്ചയോ സ്ഥായി താഴ്ചയോ അദ്ദേഹത്തിൻ്റെ ആകാരത്തിന് പെട്ടെന്ന് കാഴ്ചദൃഷ്ടിയിൽ സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്ന ഗാംഭീര്യമോ ഒന്നും ആ വാക്കുകളുടെ നിശിത മൂർച്ച നമ്മുടെ ഉള്ളിൽ
പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉണർത്തുന്നതിനും വിഘാതമാകാറില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് പ്രഭാഷണങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. അവിടെയെല്ലാം ആരോടോ എല്ലാം കെറിവിച്ച് താൻ പറയുന്നതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാവരോടും വഴക്കിട്ട് എന്ന് പറയാവുന്ന കുട്ടികളുടെ ഭാഷയിൽ പറയാവുന്ന വിധത്തിൽ കെറിവിച്ച് തനിക്ക് പറയാനുള്ളതിൻ്റെ നേർക്ക് വീറോടെ, വാശിയോടെ, വിശ്വാസദാർഢ്യത്തോടെ നടന്നു കുതിച്ചു പോകുന്ന ഒരു പ്രകൃതമാണ് പ്രഭാഷണ വേദിയിൽ ഞാൻ കണ്ടിട്ടുള്ള വൈലോപ്പിള്ളി ശ്രീധരമേനുള്ളത്. സംസാരിക്കുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ കൂർത്ത മുനകൾ ധാരാളം വിതറിക്കൊണ്ടാണ് ഭാഷ. ചിരിപ്പിക്കും, തമാശകൾ പറയും, സ്നേഹോക്തികൾ പറയും, അതിൻ്റെ ഇടയിലെല്ലാം ചെറിയ കുസൃതികളുണ്ടാകും. ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു മനുഷ്യൻ പക്ഷെ ആ ജീവിതത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ പങ്കും ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങൾ കൂടി അനുഭവിച്ചിരുന്നു എന്നുള്ളത് വളരെ വൈകി മാത്രം തിരിച്ചറിഞ്ഞ മറ്റൊരു പരുഷ യാഥാർത്ഥ്യം. അതിലേക്ക് പിന്നീട് വരാം. നമ്മുടെ നടൻ ഇന്നസെൻ്റ്, അദ്ദേഹം വൈലോപ്പിള്ളി ശ്രീധരമേൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ ഒരു സ്കൂളിൽ മാഷധ്യാപകനായിരിക്കുമ്പോൾ വളരെ കർക്കശക്കാരനായിരുന്നു വൈലോപ്പിള്ളി മാഷെന്നാണ് ഇന്നസെൻ്റ് ഓർമ്മിച്ചിട്ടുള്ളത്. അതേസമയത്ത് ഇന്നസെൻറ്റിൻ്റെ കുസൃതികളുടെ നേർക്ക് അദ്ദേഹം സഹജമായ ഒരു പക്ഷചായ്വ് കാണിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കാവ്യങ്ങൾ ശ്രദ്ധേയങ്ങളാകുന്നത് ഏതാണ്ട് 1947 തൊട്ടാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് കാൽപ്പനിക കവിതകളുടെ ആരാമം നിറയെ പൂവിട്ട് തളിർത്ത് ആ വഴി പോകുന്ന കവികളായ കവികളെല്ലാം ആ ആരാമത്തിൻ്റെ സുഗന്ധം നുകർന്ന് അതിൽ ആകൃഷ്ടരായി അതിൽ പന്തി ചേർന്ന് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഒരു ജി ശങ്കരക്കുറുപ്പ് രവീന്ദ്ര സംഗീതത്തിൻ്റെ സ്വാധീനത്താലോ മിസ്റ്റിസിസത്തോടുള്ള തൻ്റെ വിധേയത്വത്താലോ വഴിമാറി സഞ്ചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പി കുഞ്ഞിരാമൻ നായർ തൻ്റേതായ രീതിയിൽ വ്യത്യസ്തങ്ങളായ ജീവിത സമസ്യകളെ ഉരുക്കഴിച്ചുകൊണ്ട് ഈശ്വരനുമായുള്ള ഒരിക്കലും അവസാനിക്കാത്ത പരിഭവം പറച്ചിലുമായി മറ്റൊരു കാവ്യശ്രേണിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകാം. പക്ഷേ പല കവികളും, ഒ.എൻ. വി. സാറൊക്കെ അത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ സ്വാധീനമാണ് എൻ്റെയും ജ്യേഷ്ഠകവിയായ പി ഭാസ്കറിൻ്റെയും വയലാർ രാമവർമ്മയുടെയും എല്ലാം ആദ്യകാല കവിതകളിൽ തിര തല്ലി തിളങ്ങി നിന്നിരുന്നത്. പിന്നീട് അവയുടെ ശ്രുതി മാത്രം ആക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടേതായ ജീവിത നിരീക്ഷണത്തിലേക്ക് പോയെന്ന്. ഇവർക്കിടയിൽ നിന്ന് ആധുനിക കവിതയെന്ന് പിന്നീട് കാലം വാഴ്ത്താനിരുന്ന ഒരു കാവ്യശ്രേണിയിലേക്കുള്ള നമ്മുടെ കാവ്യ പൊതുധാരയുടെ സംക്രമണത്തിൻ്റെ ആദ്യ നക്ഷത്രമെന്ന് പറയാവുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനായിരുന്നു എന്ന് കാലം നമുക്ക് ഓതിത്തരുന്നു, ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരമാണ് വൈലോപ്പിള്ളിയുടെ ആദ്യത്തെ പ്രകൃഷ്ട രചന. ഏതാണ്ട് 1947 മറ്റോ ആണ് അത് രചിതമായതെന്നാണ് എൻ്റെ അറിവ്. എങ്കിൽ സ്വാതന്ത്ര്യപ്രാപ്തിയോടൊപ്പം തന്നെ നിലവിലുള്ള സാമ്പ്രദായിക ശീലുകളോടുള്ള വ്യതിഗത്വത്തിൽ നിന്ന് കുതറി മാറി സ്വതന്ത്രമായ ഒരു കാവ്യപാന്താവിലേക്ക് കടന്നു വന്ന് തൻ്റെ മനസ്സ് നിറഞ്ഞ കവിതയുടെ വിളനിലങ്ങളിൽ കന്നിക്കൊയ്ത്തിനിറങ്ങുന്ന ഒരു കൊയ്ത്തുകാരനായി അക്ഷര വൃത്തിയുടെ ചെമ്മാനത്ത് നിന്ന് അദ്ദേഹം കള പറിച്ചു മാറ്റി നുകത്തിൽ സ്വയം ഉഴുതുകൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങളാണ് ആ കാവ്യ ജീവിതം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത്. വൈലോപ്പിള്ളി ശ്രീധരമേനൻ്റെ കവിതകളെക്കുറിച്ച് വിയോജിപ്പിൻ്റെ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുള്ളവരുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാവ്യ കൗശലങ്ങളെക്കുറിച്ച് അവർക്കാർക്കും വിയോജിപ്പിൻ്റെ സ്വരങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളോട് വിയോജിക്കാം, പക്ഷെ ആ സമീപനമെന്ന് പറയുന്നത് 40കളുടെ അവസാനം, സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യപാദത്തിൽ, 50കളിൽ, ഒരുപക്ഷെ 60കളുടെ ആദ്യപാദം വരെ നമ്മുടെ മണ്ണിൽ ചവിട്ടി നിന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായവരുടെ, വേർപ്പ് വിറ്റ് അന്നം നേടുന്നവരുടെ, അവർക്ക് മുമ്പിൽ നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു വ്യവസ്ഥിതിയുടെ, ആ വ്യവസ്ഥിതിയുടെ തച്ചുടക്കലിലൂടെ പുതിയ ഒരു വ്യവസ്ഥിതിയുടെ ഉണർന്നു വരലിൻ്റെ കാഹളധ്വനികൾ മുഴങ്ങുന്ന ചക്രവാളത്തിൻ്റെ ആ പരിണാമദശയുടെ ഹൃസ്പന്ദനങ്ങൾ ആവാഹിച്ചെടുത്ത കവിതയായിരുന്നു. ഒരിക്കലും അദ്ദേഹം വിപ്ലവ കവിയായിരുന്നിട്ടില്ല.
അദ്ദേഹം ഒരിക്കലും തച്ചുടയ്ക്കലിന് ആഹ്വാനം നൽകിയിട്ടില്ല. പക്ഷേ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഒരു ആ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന സാമൂഹ്യ മാറ്റത്തിൻ്റെ, വ്യവസ്ഥിതിയുടെ പുനഃസ്ഥാപനത്തിൻ്റെ സാക്ഷിയായിരുന്നു. അതിൻ്റെ സ്പന്ദനങ്ങളെ തൻ്റെ കാവ്യ മനസ്സിലേക്ക് ആവാഹിച്ചിരുന്നു. യോജിപ്പിലൂടെയും അദ്ദേഹം ആ നേർ സാക്ഷ്യം അക്ഷരച്ചാർത്തുകളായി കാലത്തിന് പകുത്തു നൽകിക്കൊണ്ടുവരുന്നു. ജീവിതത്തിലെ, സമൂഹത്തിലെ കാപട്യങ്ങളുടെ നേർക്ക് അതിനിശ്ചിതമായ വാക്ചരങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമൂഹത്തിൽ താനും ഒരു അംഗമാണെന്ന വ്യത അദ്ദേഹം വേണ്ടുവോളം അനുഭവിച്ചിരുന്നു. അദ്ദേഹം പുഞ്ചിരിയെ ഏറ്റവും കുലീനമായ കള്ളം എന്നാണ് വിശേഷിപ്പിച്ചത്. പുഞ്ചിരി കുലീനമാം കള്ളം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കവിതയിൽ നെഞ്ചുകേറി വെളിപ്പെടുത്തുവാൻ തയ്യാറായ ഒരു സത്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ആ സത്യമെന്ന് പറയുന്നത് ഇന്ന് കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ അവകാശി ഒരിക്കലും കർഷകനോ ഈ ഭൂവുടമയോ അല്ല. അവിടെ ചോര നീരാക്കി വേർപ്പ് ചിന്തി ആ മണ്ണിൽ പൊന്നു വിളയിക്കുന്നവനാണ്. അതൊരിക്കലും ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രത്യയശാസ്ത്ര പ്രസരണത്തിൻ്റെ പാതയിലൂടെയുള്ള അക്ഷര ജപമാത്രകളായിരുന്നില്ല. അതൊരു തിരിച്ചറിവിൻ്റെ, ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ നേർക്കുള്ള ഒരു കവി മനസ്സിൻ്റെ നേർ പ്രതിസ്പന്ദങ്ങളായിരുന്നു. അവിടെ താനടങ്ങുന്ന ഭൂവുടമകൾ, താനടങ്ങുന്ന മധ്യവർത്തി സമൂഹത്തിൻ്റെ വക്താക്കൾ, താഴേക്കടയിൽ എന്ന് പണ്ട് ഉള്ളവർ ചവിട്ടി മെതിച്ച് താഴ്ത്തി വെച്ചിരുന്ന, ഇപ്പോഴും അവർ ഒരു വല്ലാത്ത വിധത്തിലുള്ള വിവേചനത്തോടെ നോക്കിക്കാണുന്ന താഴ്ന്ന സ്ഥായിൽപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് ഭോഷത്വമാണെന്നുള്ള സ്വന്തം നിലനിൽപ്പിൻ്റെ, സ്വന്തം വർഗബോധത്തിൻ്റെ ഒരു തിരിച്ചറിവിനെയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അദ്ദേഹം ഒന്നിൻ്റെയും തൊഴിലുണർത്ത് പാട്ട് പാടുകയല്ലായിരുന്നു. മനുഷ്യൻ്റെ മനസ്സിലെ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷമാണോ? അല്ല. നന്മയും തമ്മിലുള്ള അനിവാര്യമായ സംഘടനത്തിൻ്റെ നടുക്ക് നിന്ന് ഉരുകി തിളയ്ക്കുന്ന മനുഷ്യാവസ്ഥകളുടെ മറനീക്കിയുള്ള അനാവരണമാണോ? അദ്ദേഹം നന്മയും തമ്മിലുള്ള സംഘടനകൾ സ്വന്തം ജീവിതത്തിലും സ്വന്തം കാഴ്ചപ്പെടുത്തത്തിലും ഏതാണ്ട് അകച്ചങ്ക് വെന്ത് വരുന്ന അളവോളം അനുഭവിച്ചവനാണ്. ആ അനുഭവം തന്നെയാണ് അദ്ദേഹം പകർന്നു തരാൻ ശ്രമിച്ചത്. ഒരിക്കലും ആലങ്കാരികമായ അതിശയോക്തികൾ കൊണ്ട് തന്നെ അലങ്കരിക്കുവാൻ വന്നവരെ, അല്ലെങ്കിൽ തന്നെ പുകഴ്ത്തുവാൻ വന്നവരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താൻ ഇത്രയ്ക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നത് പോലെ തന്നെ താൻ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന ബോധ്യവും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന എൻ്റെ പിതാവ് അടക്കമുള്ളവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിവാഹിതനായിരുന്നു വൈലോപ്പള്ളി മാഷ്. പക്ഷേ ആ ദാമ്പത്യം വളരെ ആഹ്ലാദകരമായിരുന്നില്ല എന്നുള്ള നിർഭാഗ്യം കൂടി അതോടൊപ്പം ചേർത്ത് കാണാതെ വയ്യ. എൻ്റെ പിതാവൊക്കെ ഒരിക്കൽ പോലും അദ്ദേഹം വൈലോപ്പള്ളി മാഷുമായിട്ട് അത്തരം വിഷയങ്ങൾ സംസാരിക്കുകയോ മാഷുടെ ജീവിതത്തിലെ അത്തരം ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് മറ്റെവിടെയെങ്കിലും സംസാര വിഷയമാക്കുകയോ ചെയ്തതായി എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ എന്നാൽ പോലും ശങ്കരക്കുറുപ്പ് മാഷും അതെ, എൻ്റെ പിതാവും അതെ, ഐസക് മാഷും അതെ, അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന ഈ താളപ്പിഴകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അനുഭവസ്ഥനായ ഒരു നേരനുഭവം കൂടി കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം കുറേ കാലം കൂടി മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അധ്യാപകനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലഘട്ടത്തിൽ എപ്പോഴോ ആവണം തൃശ്ശൂരിലുള്ള ദേവസ്വം ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയ രണ്ട് ചങ്ങാതിമാർ, അവരെ ആനയിച്ചു കൊണ്ടുപോയത് ഞാനാണ്. ചെല്ലുമ്പോൾ മാഷ്ട മോനോ വരൂ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അദ്ദേഹം അകത്തേക്ക് ആനയിച്ചു. ഒരു ചാരികസലിരിക്കുകയാണ്. ഒരു മുണ്ട് മാത്രമാണ് വേഷം, തോളത്തിൽ തോർത്ത് കിടപ്പുണ്ട്. അകത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം വിളിച്ചു, അതേ മാഷ്ട മോന് രണ്ട് ചങ്ങാതിമാരും വന്നിട്ടുണ്ട്, അവർക്ക് ഓരോ ചായ കൊടുക്കാം, കൂട്ടത്തിലൊന്നും എനിക്കും ആവാം. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ വന്ന രണ്ടുപേരെയും പരിചയപ്പെടുത്തി. അവരുമായിട്ട് കുറച്ച് കുശലം പറഞ്ഞു, കവിതയെക്കുറിച്ച് പറഞ്ഞു, ജീവിതത്തെക്കുറിച്ചു, എൻ്റെ അപ്പൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും അകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പത്നി ടീച്ചർ ഒരു ട്രെയിൽ ചായയും കുറച്ച് ചായ ചോദിച്ചപ്പോൾ ഓട്ടയുടെ കൂടി കിട്ടിയല്ലോ, മാഷ്ടർ മോഹൻ വന്നതിൻ്റെ ഒരു പ്രത്യേക ഉഷാറാണ്. അങ്ങനെ അവർ എൻ്റെ പിതാവിൻ്റെ ക്ഷേമാന്വേഷണങ്ങൾ അവരും ആരാഞ്ഞു. അത് കഴിഞ്ഞ് അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ
അകത്തേക്ക് നോക്കി ചായ പറഞ്ഞു, ചായ കൊണ്ടുവന്ന് കൂട്ടത്തിൽ ഓട്ടടയും തന്നു എന്ന് കരുതി തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ആയമ്മയും ഞാനും തമ്മിൽ ലോഹിയായെന്ന് ഞങ്ങൾ വളരെ സംതൃപ്തമായ ദാമ്പത്യത്തിലാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കടുത്ത അലോഹ്യം തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടായിട്ടില്ല. പിന്നെ കൊല്ലത്തിലൊരിക്കലും ഇങ്ങനെ ഒരു എഴുന്നള്ളത്തുണ്ട് ഞാൻ താമസിക്കുന്നിടത്ത്. വന്ന് താറുമാറായി കിടക്കുന്നതെല്ലാം അടിച്ച് തൂക്കി ചിട്ടപ്പടി വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകും. പോകുന്നതിന് മുമ്പ് പഠിക്കുക ചെന്ന് തിരിഞ്ഞൊന്ന് നോക്കിയിട്ടൊരു ചിരിയുണ്ട്. കണ്ടോ, ഞാൻ വന്നതിൻ്റെ വ്യത്യാസം കണ്ടോ തൻ്റെ ജീവിതത്തിൽ? ഇനിയുള്ള 364 ദിവസം തനിക്കിതില്ല എന്ന് പരുഷമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയം അങ്ങോട്ട് പോകും. അതും അനുഭവമാണോ? ഇത് പറഞ്ഞു തരുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ കേട്ട പദനിസ്വനം സന്തോഷത്തിൻ്റേതായിരുന്നോ തേങ്ങലിൻ്റേതായിരുന്നോ എന്നുള്ളത് ഒരിക്കലും അന്വേഷിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതായിരുന്നു വൈലോപ്പിള്ളി മാഷ്. നൊമ്പരങ്ങളായി തന്നെ ആത്മാവിലേക്ക് ആവാഹിക്കുകയും അതിൻ്റെ മുമ്പിൽ യാതൊരു കാപട്യത്തിൻ്റെ ആവരണവും എടുത്ത് അണിയാതിരിക്കുകയും ചെയ്ത മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പിടി ഭസ്മമായി എരിഞ്ഞൊടുങ്ങണമെന്നുള്ളതായിരുന്നു. അത് സാക്ഷാത്കരിച്ചുവെങ്കിലും അതിനു മുമ്പ് അനുഭവിക്കേണ്ടി വന്ന അവമതിയുടെ കടുത്ത നിമിഷങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാതെ വയ്യ. അദ്ദേഹം മരണമടയുന്നതിന് മുമ്പ് രോഗഗ്രസ്തനായി വീണു. ഇനിയൊരു മടക്കം ജീവിതത്തിലേക്കില്ല എന്ന് ഏതാണ്ട് ബോധ്യമായപ്പോൾ വളർത്തുപുത്രനെ പോലെ അദ്ദേഹം സ്നേഹിക്കുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ കൂടിയായ ഒരാൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എൻ്റെ വീട്ടിലേക്ക് പോകാം, നമുക്ക് അവിടെ നിന്ന് ലോകത്തോട് യാത്ര പറയാം. അതാണ് അദ്ദേഹവും ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് അന്നേരം സംസാരിക്കാൻ കഴിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയ സിനിമകളുടെയും കഥകളുടെയും ലോകത്തിൽ ഏറ്റവും നാടകീയത മെലോഡ്രാമിയായി വഴുതി മാറാതെ തന്നെ മനുഷ്യാവസ്ഥകളുടെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു അന്യോന്യത്തിൻ്റെ മുഹൂർത്തം നിറഞ്ഞ് വിങ്ങി തിങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാനിത് മനസ്സിൽ കാണുന്നത്. ഈ വളർത്തുപുത്രൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി വളർത്തുപുത്രൻ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചൊരു വരം ചോദിക്കുകയും അവസാന നിമിഷങ്ങളിൽ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ താൻ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയും അങ്ങനെ അവർ വന്ന് അദ്ദേഹത്തെ അവസാന നിമിഷങ്ങളിൽ ശുശ്രൂഷിച്ചിരുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് ഉത്കണ്ഠയോടെയും കൗതുകത്തോടെയും ജിജ്ഞാസയോടെയും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒന്നറിയാൻ. എപ്പോഴെങ്കിലും പ്രജ്ഞയുടെ നേരുകൾ പരസ്പരം അന്യോന്യത്തിൽ സുതാര്യമായപ്പോൾ വൈലോപ്പിള്ളി മാഷ് മനസ്സുകൊണ്ടെങ്കിലും ചോദിച്ചുവോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി മനസ്സുകൊണ്ടെങ്കിലും മന്ത്രിച്ചുവോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം തിരിച്ചറിയാവുന്ന പതിഞ്ഞ സ്തുതിയിൽ എപ്പോഴെങ്കിലും മന്ത്രിച്ചുവോ, എന്തിനായിരുന്നു നാം തമ്മിൽ അകന്നത്? ഉത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തിനായിരുന്നു എന്ന ചോദ്യം തന്നെയാണ് ഉത്തരവും. അങ്ങനെയാണ് അദ്ദേഹം ആ സാന്നിധ്യം കൂടി അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിതയെ ഒരുക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ അങ്ങനെ ചിതയെ ഒരുക്കുമ്പോൾ അത് ആ പുഴയിലെ മണൽത്തിട്ടകളെ മലിനീകരിക്കുന്നുവെന്നും അവിടെയുള്ള ജലത്തിന് അത് കളങ്കമുണ്ടാക്കുന്നുവെന്നും ആരോപിച്ച, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പരിസ്ഥിതി സ്നേഹികളാണോ അല്ലെങ്കിൽ തന്നാട്ടുകാരുടെ ആ സ്ഥലത്തോടുള്ള പ്രത്യേകമായ താല്പര്യത്തിൻ്റെ പുറത്തോ ഏതായാലും എതിർപ്പിൻ്റെ ശബ്ദം ഉയരുകയും ചിതയിൽ കൊണ്ടുവന്ന് വെച്ച മൃതശരീരം ചിതയിൽ നിന്ന് എടുത്ത് ആളുകളുടെ പ്രതിഷേധത്തിൻ്റെ വരമ്പിനപ്പുറത്തുള്ള മറ്റൊരു തീര ഭാഗത്തേക്ക് പുനർപ്രതിഷ്ഠിക്കുകയും ചെയ്യേണ്ടി വന്നു. ഒരു മൃതദേഹത്തോട് കാലത്തിൻ്റെ അതിരുകളോളം മലയാള സംസ്കാരം കടപ്പെട്ടിരിക്കുന്ന ഒരു കവി തേജസ്വിയുടെ ഭൗതിക അവശിഷ്ടത്തോട് ഇത്തരത്തിലുള്ള ഒരു അനാദരവ് കാണിക്കേണ്ട ഗതികേട് കൂടി നമ്മുടെ വർത്തമാനകാല സമൂഹത്തിനുണ്ടായി എന്നുള്ളത് അത് എല്ലാ പുനരോർമ്മകളിലും നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരേടാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനെയൊരു നിർഭാഗ്യം കൂടി ഈ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളെ തുടർന്നുള്ള അന്ത്യയാത്രയ്ക്ക് മുമ്പുള്ള ആചാര ഒരുക്കങ്ങളെ കാത്തിരുന്നു എന്നുള്ളത് വൈലോപ്പിള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു പക്ഷേ വാൽക്കഷ്ണമായി കാലം എടുത്തു ചേർത്ത ഒരു ദൗർഭാഗ്യം. എറണാകുളം നഗരത്തിലെ കലൂർ ഭാഗത്താണ് വൈലോപ്പിള്ളി തറവാട്. ഇപ്പോഴും വൈലോപ്പിള്ളി ലൈൻ, വൈലോപ്പിള്ളി റോഡെന്നൊക്കെ പറയുന്ന വീതികൾ അവിടെയുണ്ട്. അവിടെയാണ് ശ്രീധരമേനോൻ ജനിച്ചത്. തൊട്ടടുത്ത് അല്പം മാറി എടപ്പള്ളി എന്ന് പറഞ്ഞ ഭൂപടമുണ്ട്. അവിടെ എടപ്പള്ളി കരുണാകര മേനോൻ്റെ നേതൃത്വത്തിലാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ വലിയ സാഹിത്യ സമ്മേളനം ആദ്യം അരങ്ങേറിയത്. അന്ന് അതിലെ ഒരു വോളണ്ടിയർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഘാടക പങ്കാളിയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.
പിന്നീട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എടപ്പള്ളി കരുണാകരൻ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് വീണ്ടും അതേ ഇടത്തിൽ പരിഷത്തിൻ്റെ ഒരു വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് വേദികളിലും അന്നത്തെ തേജസ്വികളായ മഹാസ്തംഭങ്ങളായ മഹാരഥന്മാരായ സാഹിത്യ പ്രഭുക്കൾ വേദികളിൽ നിറഞ്ഞു നിന്ന് ഘോരഘോരം പ്രഭാഷണങ്ങൾ നടത്തുന്നതും പരസ്പരം ആശയദ്വന്ദ്ങ്ങളിലൂടെ ഏറ്റുമുട്ടുന്നതും കൊതിയോടെ കാണുന്നതിന് വേണ്ടി കലൂരിൽ നിന്ന് എടപ്പള്ളി വരെ നടന്ന് താണ്ടി വന്ന് പരിഷത്തിൻ്റെ ആ സമ്മേളന പന്തലിൻ്റെ ഒരു മൂലയ്ക്കൽ നിന്ന് കൊതിയോടെ നിന്ന നിമിഷങ്ങളെക്കുറിച്ച് ശ്രീധരമേനോൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. കാലം കുറേ കഴിഞ്ഞപ്പോൾ സാഹിത്യ പരിഷത്തിൻ്റെ മുൻനിര സാരഥികളിലൊരാളായി ശ്രീധരമേനോൻ മാറുകയും സാഹിത്യ പരിഷത്തിൻ്റെ പല വേദികളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞുയരുന്ന വാദമുഖങ്ങളുടെ പുറകിലെ ശക്തി ശ്രേണിയായി അദ്ദേഹം ഇടചേരുകയും ചെയ്തു എന്നുള്ളതും നാം തിരിച്ചറിയുന്നു. അദ്ദേഹം ശബ്ദിക്കാനുള്ളിടത്ത് ശബ്ദിക്കുകയും വിയോജിക്കാനുള്ളിടത്ത് വിയോജിക്കുകയും സ്നേഹിക്കാനുള്ളിടത്ത് സ്നേഹിക്കുകയും ഇതിൻ്റെ എല്ലാ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടടുത്ത് അത് ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് നാട്യങ്ങളില്ലാതെ കാപട്യമില്ലാതെ തനിക്കായി കാലം കാത്തു വെച്ചിരുന്ന ആ പാരമ്യത്തിൻ്റെ മുനമ്പിലേക്ക് ചുവടുകൾ വെച്ച് നടന്നു പോയത്.